പ്രിയപ്പെട്ടവരെ, ബന്ധങ്ങളെ എടുത്തു കാണിക്കുന്നതാണ് ഇന്നത്തെ വചനങ്ങൾ. നമുക്ക് ദൈവവുമായും കുടുംബാംഗങ്ങളുമായും മറ്റുള്ളവരുമായും നല്ല ബന്ധമുണ്ടാകണം, അവരെക്കുറിച്ച് കരുതലുണ്ടാകണം. ഒന്നാമത്തെ വായനയിൽ ദൈവത്തോടുള്ള ദാവീദിൻ്റെ ബന്ധത്തെ എടുത്തു കാണിക്കുന്നതാണ്. ദൈവത്തിൻ്റെ പേടകം വളരെ ആഘോഷമായിട്ട് നൃത്തച്ചുവടുകളോടെ ഗാനമാലപിച്ചുകൊണ്ട് തപ്പുകൾ കൊട്ടി കാഹളം മുഴക്കി ദാവീദും പരിവാരങ്ങളും തൻ്റെ നഗരത്തിലേക്ക് ദൈവത്തിൻ്റെ കൂടാരത്തെ കൊണ്ടുവരികയും ആദരവോടെ ബഹുമാനത്തോടെ അത് പ്രതിഷ്ഠിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധം ദാവീദ് പുനഃസ്ഥാപിക്കുകയാണ്. സുവിശേഷത്തിൽ യേശു ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ കാണുവാനായിട്ട് അവൻ്റെ അമ്മയും സഹോദരങ്ങളും വരുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തെ എടുത്ത് കാണിക്കുന്നതാണ്. യേശുവിനെക്കുറിച്ച് കരുതലും സ്നേഹവും ആ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ കുടുംബാംഗങ്ങൾ അവരെ അന്വേഷിച്ചു വരികയാണ്. അതുപോലെ യേശു പറയുകയാണ്, ദൈവഹിതം പ്രവർത്തിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരമെന്ന് തൻ്റെ ചുറ്റുമിരിക്കുന്നവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുമ്പോൾ മറ്റുള്ളവരോടുള്ള യേശുവിൻ്റെ കരുതലും സ്നേഹവും ബന്ധത്തെയുമൊക്കെയാണ് എടുത്തു കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളും ദൈവമായിട്ടുള്ള ബന്ധത്തിലും നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും നമുക്ക് ചുറ്റുമുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നത്തെ വായന നമുക്ക് നല്ലൊരു പ്രചോദനമാകട്ടെ. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രവണതകളെയും മനോഭാവങ്ങളെയും എടുത്തു മാറ്റുവാനായിട്ട് നമുക്ക് ഈ ദിവ്യബലിയിൽ കർത്താവിൻ്റെ കൃപ യാചിക്കാം. ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും വിരുദ്ധമായി വന്നുപോയ, ബന്ധങ്ങൾക്ക് വിരുദ്ധമായി വന്നുപോയ, ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാതെ പോയ എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും